ക്രൂശിത വഴിയിലൂടെ 33-ാം ദിനം. നോമ്പുകാലത്തിൻ്റെ മുഖമാണ് ത്യാഗം. മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ ത്യാഗങ്ങളായി മാറുന്നത്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈ ത്യാഗങ്ങൾ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഓർക്കാം. ജീവിതത്തിൽ വേദനകളും ക്ലേശങ്ങളും ഉണ്ടാകുമെന്ന അറിവോടുകൂടി തന്നെ നാം ഏറ്റെടുക്കുന്ന സഹനങ്ങളാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്ന സുഹൃത്തുക്കളാണ് ത്യാഗങ്ങൾ. കൽക്കത്തായിലെ വിശുദ്ധ മദർ തെരേസായും കർത്താവിന് വേണ്ടി ജീവത്യാഗം ചെയ്ത പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യോസേപ്പ് പിതാവും അതുപോലെ തന്നെ വിശുദ്ധ ചാവറയച്ചനും എല്ലാവരും മനോഹരമായ ഒരു ജീവിതം ലോകത്തിനു വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, ലോകരക്ഷയ്ക്ക് വേണ്ടി നയിച്ചവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ നമ്മുടെ സമയവും നമ്മുടെ ആയുസ്, ആരോഗ്യം എല്ലാം നമ്മൾ ത്യജിക്കുകയാണ്. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ത്യാഗത്തിൻ്റെ മനോഭാവം നമുക്കും സ്വീകരിക്കാം. കർത്താവിൻ്റെ കുരിശിലേക്കുള്ള യാത്ര തന്നെയാണ് ത്യാഗത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. കുരിശിൻ്റെ തണലിൽ കുരിശിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യുന്ന ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് നന്മയായി കൊടുക്കുവാനും നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളും കുരിശിൻ്റെ വഴിയും ധ്യാനങ്ങളും എല്ലാം മനോഹരമായി തീരുന്നു, ത്യാഗപൂർണ്ണമായി തീരുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം വളരെ സുന്ദരമായി തീരുന്നു, നമ്മുടെ ജീവിതം വളരെ ചൈതന്യമുള്ളതായി തീരുന്നു.